ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പോലീസിന്റെ നരനായാട്ടിനെതിരെയായിരുന്നു പ്രതിഷേധം നടന്നത്. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടുകൂടിയാണ് തൃത്താല, പട്ടാമ്പി, ഒറ്റപ്പാലം, ഷൊർണൂർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പൊതുവാൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഷൊർണൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും വടക്കാഞ്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ചു കൊണ്ടുപോയ പോലീസുകാർക്കെതിരെയും നടപടിയെടുക്കണമെന്നും ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. തന്നെ അപമാനകരമാവുന്ന വിധത്തിൽ കേരളത്തിന്റെ 65,000-ഓളം വരുന്ന പോലീസ് സേനയ്ക്ക് മുഴുവൻ കളങ്കം വരുത്തുന്ന തരത്തിലുള്ള സമീപനവുമായാണ് കേരളത്തിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇതിന്റെ തൊട്ടടുത്ത പ്രദേശമായ കുന്നംകുളത്തെ ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുജിത്തിനെ 2 വർഷങ്ങൾക്ക് മുമ്പ് അതിദാരുണമായി മർദ്ദിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ചൊവ്വന്നൂർ പ്രദേശത്തെ ഒരു ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി ജോലി ചെയ്യുന്ന മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുജിത്ത് അവരുടെ പ്രദേശത്തെ 2 ചെറുപ്പക്കാരെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് പോവാൻ പോലീസ് തുനിഞ്ഞപ്പോൾ അത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ആ സുജിത്തിനെ ആ സ്ഥലത്ത് വെച്ചും അതിനുശേഷം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയും അതിക്രൂരമായ രീതിയിലാണ് അന്നത്തെ SHO പട്ടാമ്പിക്കാരനായ ഷാജഹാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അതിദാരുണമായ രീതിയിലാണ് മർദ്ദിക്കുകയുണ്ടായത്. 2 വർഷം നീണ്ട നിയമ പോരാട്ടത്തിലൂടെ അതിന്റെ CCTV ദൃശ്യം പുറത്തെടുത്തപ്പോഴാണ് അതിന്റെ കാഠിന്യത്തെക്കുറിച്ച്, അതിന്റെ വലുപ്പത്തെക്കുറിച്ചൊക്കെ ഈ സമൂഹം തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, അതിലെ കാരണക്കാരായി അതിന് നേതൃത്വം കൊടുത്ത 4 പോലീസ് ഉദ്യോഗസ്ഥരെ ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിൽ 4 പേരല്ല, അതിലെ പഴയന്നൂർ പഞ്ചായത്തിൽ BUI ജോലി ചെയ്യുന്ന ആൾ ഉൾപ്പെടെ 5 പേരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, അവിടെ KSUവും SFIയും തമ്മിൽ നടന്ന വടക്കാഞ്ചേരിയിൽ വെച്ച് നടന്ന ഒരു സംഘർഷത്തിന്റെ പേരിൽ KSUവിന്റെ 3 സഹപ്രവർത്തകരെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേശൻ ഉൾപ്പെടെയുള്ള 3 കേരള വിദ്യാർത്ഥി യൂണിയന്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കയ്യിൽ വിലങ്ങ് വെച്ച് കറുത്ത മുഖമൂടി കൊണ്ട് മറച്ചു കെട്ടിയാണ് കോടതിയിൽ ഹാജരാക്കിയത്. കോടതി തന്നെ ആ ഹാജരാക്കിയ സമയത്ത് തന്നെ പോലീസിനോട് വിശദീകരണം ചോദിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് നേതൃത്വം കൊടുത്ത പോലീസുകാരെയും കൂടി സർവീസിൽ നിന്ന് പിരിച്ചു വിടുന്നത് വരെയുള്ള സമര പോരാട്ടങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് തുടക്കം കുറിക്കുകയാണ്. ശേഷം ബാരിക്കേഡ് മറികടന്ന ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അരമണിക്കൂർ നീണ്ടുനിന്ന ജലപീരങ്കി പ്രയോഗത്തിനിടെ സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു. ശേഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KM ജയഘോഷ്, വിനോദ് കളത്തൊടി, ആഷിഖ്, സുധീഷ് ഉൾപ്പെടെയുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തു നീക്കിയത്. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ.
ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.